ഒരു സർപ്രൈസ് ഉണ്ട്. ഇന്നതാ നൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റപ്പോ ചിക്കൂസ് എനിക്കൊരു ഓഫർ തന്നു. ചൈനീസ് റെസ്റ്റോറന്റിൽ പോയിട്ട് ലഞ്ച് മേടിച്ചു തരാന്ന്. അപ്പൊ ചിക്കുവിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവർ ആവാം, നീ ഓഫർ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. എന്ത് ഫുഡായാലും കഴിക്കാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ്? അത് ഞാൻ അക്കുന്റെ അടുത്ത് ചോദിക്കാണ്ടിരിക്കുവായിരുന്നു. ഡ്രൈവർക്ക് വഴി അറിയണം. വെസ്റ്റ് എഡ്മണ്ട് മാളിലെ ഈഡോയിൽ പോണോ? അവിടെയാണെങ്കിൽ പിള്ളേർക്ക് മാക്ഡൊണാൾഡ്സും ഉണ്ട്. ഇല്ലെങ്കിൽ പ്ലസ് വേറെ ഏതെങ്കിലും സ്റ്റോഴ്സിൽ കയറണി കയറാം. പല സ്ഥലങ്ങളിൽ പോണോ നമ്മള്? അത് ഏതെങ്കിലും ഒരു സ്ഥലം? ലൈക്ക് വെസ്റ്റ് എഡ്മണ്ട് മാൾ ഹാസ് എ മോർ വെറൈറ്റി ഓഫ് ചോയ്സസ് ഫോർ us to choose from. Okay, വെസ്റ്റ് എഡ്മണ്ട് മാളിൽ പോയേക്കാം. Or we can go to the actual Eater restaurant, which only really has rice and teriyaki chicken alongside soup. എവിടെ വേണേലും പോവാം. പിള്ളേരും കൂടെ കഴിക്കണത് കിട്ടുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. വെസ്റ്റ് എഡ്മണ്ട് മാൾ ആയിരിക്കും നല്ലത്. അപ്പൊ വെസ്റ്റ് എഡ്മണ്ട് മാൾ കണ്ടന്റ് മടുത്ത് കാണും. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് വേറെ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഏത് നേരം വെസ്റ്റ് എഡ്മണ്ട് മാളിൽ പോകുന്നത്. പക്ഷെ മുഖേന പിള്ളേർ എന്തായാലും ഒന്നും കഴിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏതോ ഒരു കട പേര് പോലും എനിക്ക് പറയാറില്ല. എന്തായാലും ഇവളാണ് ഇതിന്റെയൊക്കെ ആള് കേട്ടോ. ഇവൾക്ക് ഡിഫറെന്റ് ഫുഡുകൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ. ഞാൻ പക്ഷെ കേരള ഫുഡിൽ നിന്ന് വേറെ ഒരു ഫുഡിലേക്കും അത്ര കണ്ടങ്ങ് പോവാറില്ല. പക്ഷെ ഇവൾക്ക് കേരള ഫുഡ് ഒഴിക്കാൻ ബാക്കി എല്ലാം ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. കേരളയിൽ നമ്മൾ എപ്പോഴും കഴിക്കണാണല്ലോ. ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഓപ്പോസിറ്റാ. പൊക്കം തന്നെ കണ്ടില്ലേ, എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഓപ്പോസിറ്റാ. ഏതെങ്കിലും കാര്യമുണ്ടോ നമ്മൾ സെയിം ആയിട്ടുള്ളത്? ഡ്രസ്സിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും കുറച്ച് പക്ഷെ ഞങ്ങൾക്ക് ജീൻസ്. ആ ശരിയാട്ടോ. പക്ഷെ നീ ഇപ്പൊ ജീൻസ് അത് ഞാനും അതെ പ്രിഫർ ഡ്രസ്സസ് നോട്ട് ജീൻസ്. ഇതിപ്പോ തണുപ്പായതുകൊണ്ടും നമുക്ക് ജീൻസും ടോപ്പും ആണെങ്കിൽ എളുപ്പമുണ്ട്. എനിവേസ് നമുക്ക് വേഗം വിട്ടാലോ. വെസ്റ്റ് എഡ്മണ്ട് മാൾ എങ്കിൽ വെസ്റ്റ് എഡ്മണ്ട് മാൾ ഈഡോ അവിടെ എത്തിയിട്ട് കാണാം. ബൈ പറ. Bye. Hi guys. Hi bye. പിള്ളേര് ഹായ് ബൈ എന്നൊക്കെ തോണു. പിള്ളേരും സെറ്റാണ്. പൊതുവെ ഞങ്ങള് മാത്രമായിട്ട് പോകാനാണ് നമ്മൾ ചെയ്യാറ്. പക്ഷെ വീട്ടിൽ അമ്മയുടെ കാലിന്റെ ഒരു പരിമിതി കാരണം പിള്ളേരെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം കൊണ്ടുപോവേണ്ടി വരികയാണ്. അല്ല ചെക്കോ, ഞങ്ങളുടെ ഡേറ്റിംഗ് അതുകൊണ്ട് ഇന്നത്തെ മുടങ്ങി കിട്ടി. പക്ഷെ സാരമില്ല, പിള്ളേരുണ്ടെങ്കിലും നമ്മുടെ ഡേറ്റിംഗ് ആണല്ലോ. ഞാൻ ഡേറ്റിങ്ങിന് പോകുന്ന ആകെ ചിക്കൂസിന്റെ കൂടെ, വേറെ ആരും എനിക്കില്ല പോവാൻ. കെട്ടിയോ പോലും വരത്തില്ല. കെട്ടിയോന് ജോലി കഴിഞ്ഞിട്ട് ഒരു ഡേറ്റിങ്ങിന് പോകാൻ സമയമില്ല. പിന്നെ പോകുന്ന പിള്ളേരെ സ്കൂളിൽ സിസ്റ്റേഴ്സ് ഡേറ്റ്. അയ്യോ ഡേറ്റിംഗ് എല്ലാവരുമായിട്ട് ഡേറ്റ് ചെയ്യാം. കാമുകനായിട്ട് ഡേറ്റ് ചെയ്യാം, ഹസ്ബൻഡായിട്ട് ഡേറ്റ് ചെയ്യാം, സിസ്റ്ററായിട്ട് ഡേറ്റ് ചെയ്യാം, ഫ്രണ്ടായിട്ട് ഡേറ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് സിസ്റ്റർ മാത്രമേ ഉള്ളൂ ഡേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ സിസ്റ്ററിന്റെ കൂടെ ഡേറ്റിങ്ങിന് പോകുന്നത്. ഞങ്ങളൊക്കെ വെസ്റ്റ് എഡ്മണ്ട് മാളിൽ എത്തി. എന്റെ ഉടുപ്പ് നല്ലതല്ലേ ഗൈസ്? ഒന്ന് കാണിച്ചേരി. നല്ല ടോപ്പല്ലേ? റോയ്സൺ ഗിഫ്റ്റ് ചെയ്താ. എനിക്ക് ലെമണല്ലോ ഭയങ്കര ഒരു ക്രേസ് ആണ് കേട്ടോ. ലെമണല്ലോ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു സാരി വേണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ എനിക്ക് ഇതുവരെ ലെമണല്ലോ സാരി കിട്ടിയിട്ടില്ല. ഗിഫ്റ്റ് കൊടുക്കാം. അങ്ങനെ ആർക്കെങ്കിലും എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണം എന്നുണ്ടെങ്കിൽ ലെമണല്ലോ സാരി കേട്ടോ. ഓക്കെ, ഞങ്ങളിതാ വെസ്റ്റ് എഡ്മണ്ട് മാളിലെത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ ആ ഫുഡിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ, റെസ്റ്റോറൻറ്റിലേക്ക്. ഗൈസ് ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലം. നല്ല രസമായിട്ടല്ലേ അറേഞ്ച് ചെയ്തേക്കണേന്ന് നോക്ക്. നമ്മൾ അധികം ഈ സൈഡിലേക്ക് വരാറില്ല. നമ്മൾ പൊതുവേ അപ്പുറത്തെ സൈഡിലാണ് പോവാറ്. ഇപ്രാവശ്യം ഡിസ്നിയാണോ? അപ്പുറത്തെ സൈഡിലേക്ക് പോവാറ് പൊതുവേ. പക്ഷേ ഈ പ്രാവശ്യം ചിക്കു ഈ സൈഡിലേക്കായിട്ട് കൊണ്ടുവന്നതേനാ അറേഞ്ച് ചെയ്തേക്കണം. നോക്കിയ ഗൈസ്, കയറി വരുമ്പോൾ തന്നെ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് എന്നതാ അടി വെച്ചേ? ഡിസ്നി തീംഡ് ആണെന്ന്. നല്ല രസം. ബലൂൺ ആണോടാ? ബലൂൺ അനിമൽ. നേരെ പുല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എല്ലാപ്പോഴും ഉള്ളതാണ്. മേളിലൊക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് സാധനങ്ങൾ തൂക്കിയിട്ടിരിക്കണം. നല്ല രസമുണ്ട്. അത് പിന്നെ പെർമനൻ്റ് ആണ് കേട്ടോ. ഇത് എല്ലാപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇരിക്കണേ. നമ്മൾ പിള്ളേർക്ക് AW ബർഗറും ഫ്രൈസും ഒക്കെ മേടിച്ചു. റോങ്കുണ്ണും ഐറൂട്ടിയും കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഐറൂട്ടിക്ക് നമ്മൾ മേടിച്ച കിഡ്സ് പാക്കിൽ ചിക്കൻ സ്ട്രിപ്സ്, ഫ്രൈസ്, ഒരു ഗ്രനോല ബാർ ഒക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ കെച്ചപ്പ് അവൾക്ക് സോസിന്, പിന്നെ ചോക്ലേറ്റ് മിൽക്കാണ് അവൾ മേടിച്ചത്. റോങ്കുട്ടന് വന്നിട്ട് നാഷ്വെല്ലെ ചിക്കൻ ബർഗർ, ഫ്രൈസ് ആൻഡ് വൈറ്റ് മിൽക്ക്. ഹാപ്പി? ചൈനീസ് ഫുഡ് കഴിക്കാൻ വന്ന ഞങ്ങൾക്ക് കിട്ടിയത് ജാപ്പനീസ് ഫുഡാണ്.
എന്തൊക്കെയാണ് ചൈനീസ് വേറെ സമയം വേറെ ഏതെങ്കിലും ദിവസം അത് എനിക്ക് തോന്നുന്നു അപ്പയും അമ്മയും എല്ലാവരും കൂടെ ഒന്ന് ട്രൈ ചെയ്തോട്ടെ അല്ലേ? ചൈനീസ് ആയതുകൊണ്ട് പറഞ്ഞതാ. ഞങ്ങൾ മേടിച്ചോണ്ട് വന്നത് ജാപ്പനീസ് ആണ്. Well, technically it says Edo Japan, so I don't really know. ഈഡോ ജപ്പാൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ ജാപ്പനീസ് ആണ്. സി ഈഡോ ജപ്പാൻ. ഓക്കെ, സോ ഇത് എന്താണെന്ന് പറയൂ. This is a teriyaki rice bowl, ആ, and then this one is the chicken ramen soup. ചിക്കൻ റോമൻ സൂപ്പ്. രണ്ടും I have been craving this for a very long time. അവൾ ചിക്കൻ റോമൻ സൂപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എനിക്കിതൊന്നും അറിയാൻ പാടാത്തതുകൊണ്ട് ക്രേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ട്രൈ ചെയ്യണം. എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഉള്ളത് കഴിച്ചിട്ട് പറയുന്നതായിരിക്കും. ഫോർക്കിന് ഫോർക്കുണ്ട്, സ്പൂണിന് സ്പൂണുണ്ട്. നീ ട്രൈ ചെയ്താൽ മതി. ചോപ്സ്റ്റിക്സ് ഉപയോഗിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല. താങ്ക് യു. നാണം കെട്ടാനേ ഇല്ലെങ്കിൽ പണ്ട് ഏതൊരു വീഡിയോയിൽ ഞാൻ നാണം കെട്ടിട്ടുണ്ട്. ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ അറിയുമ്പോഴത്താണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പോലും കുഞ്ഞുങ്ങൾക്ക് വരെ ഉപയോഗിക്കാൻ അറിയാം ചോപ്സ്റ്റിക്ക്. എനിക്കിപ്പോഴും അറിയില്ല. ലൈഫിൽ ആദ്യമായിട്ടാണ്. കൊള്ളാം. ഇത് സോ ഗുഡ്. I'm assuming you're not going to eat the broccoli. ബ്രോക്കളി ഒക്കെ പച്ചക്കിട്ടിരിക്കുന്നു. ദേന ഒരു വലിയക്കാട്ട പീസ് ബ്രോക്കളി പച്ചക്കിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് കഴിക്കാൻ പോകുന്നത് തെരിയാക്കി ചിക്കൻ റൈസാണ്, ചിക്കൻ ബോൾ. ഓക്കെ, എങ്ങനെയുണ്ടോ എന്തോ. We can't really mix it in, is a little bit off. ഓക്കെ, ഞാൻ പീസ് എടുക്കട്ടെ. ഇത് നിങ്ങൾ കഴിച്ചു നോക്കൂ, എങ്ങനെയുണ്ടെന്ന് പറയൂ. കുഴപ്പമില്ല, നല്ലതാ. ഇവിടെ ഇരിക്കും. പക്ഷേ സൂപ്പാണോ ഇതാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സൂപ്പാണ്. പക്ഷേ ഇത് കുഴപ്പമില്ല. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചുമ്മാ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. കാരണം ചിക്കുവിന് ബബിൾ ടീയും കൂടെ കഴിക്കണമെന്ന്. ബബിൾ ടീ കഴിക്കാനുള്ള വയറില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം കുറച്ച് നടന്നിട്ട് ബബിൾ ടീ കഴിക്കാനുള്ള വയറാക്കിയിട്ട് ബബിൾ ടീ കഴിക്കാമെന്ന്. ചിക്കുവിന് അങ്ങനെ ഇരിക്കാൻ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ അല്ലേക്കു. പക്ഷെ ചിക്കുവിന് ഇങ്ങനത്തെ ആഗ്രഹങ്ങളുള്ളതുകൊണ്ട് എൻ്റെ വയറും ലക്കിയാണെന്ന് ഞാൻ പറയും. ചിക്കു ഒറ്റയ്ക്ക് വന്ന് അങ്ങനെ കഴിക്കാറുണ്ട്. പക്ഷേ ഇടയ്ക്ക് എന്നെയും വിളിക്കും സ്നേഹം മൂക്കുമ്പോൾ. അങ്ങനെ പോയി ഇരിക്കാൻ ഇഷ്ടമില്ല, തന്നെ പോയി ഇരിക്കാൻ ഒരു മടിയുണ്ട്. അപ്പോൾ സ്നേഹം മൂക്കുമ്പോൾ എന്നെയും വിളിക്കും. ആ സ്നേഹത്തിൻ്റെ പുറത്ത് ഞാനും വരും. ഓക്കെ, അടിപൊളി. ഞങ്ങളിങ്ങനെ വെള്ളമൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ താഴെ ഇവിടെ നിറച്ച് വെള്ളമാണ്. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഗൈസ്? അപ്പയുടെ പണ്ടത്തെ ബർത്ത്ഡേക്ക്, കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഈ സ്വാനിൽ നമ്മൾ വന്നിരുന്നു. പക്ഷേ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മളത് ഈ പ്രാവശ്യം പോകുന്നില്ല എന്ന് വെച്ചു. ചവിട്ടി ഊപ്പാട് തിരിഞ്ഞു. പിന്നെ ഇവിടെ നമ്മുടെ സീൽ ഷോ ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചു. ഇത് ഒറിജിനലാണോടി? റിയൽ ആണല്ലേ? ആ ശരി, അതേ റിയൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് വാടി കിടക്കില്ലല്ലോ. ഇതെന്താ കോളാമ്പിപ്പൂ തലതിരിഞ്ഞ് കിടക്കുന്നേ? ശരിക്കും റിയലാ? ശരിക്കും റിയലാ ഇത്? Like the petals are so soft. അയ്യോ, ഓ യാ, ഇറ്റ്സ് റിയൽ. ശരിയാട്ടോ, ഇത് റിയൽ ഇലയാണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല. ഇത് ഫേക്ക് ആണല്ലോ, കണ്ടാൽ തന്നെ അറിയാം. പക്ഷേ ഇത് ഒറിജിനലാട്ടോ. ഈ സാധനം ഒറിജിനലാണേ. ഓ, അത് ഒറിജിനലാ. നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഫൗണ്ടെയിൻ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഈ വെള്ളം എങ്ങോട്ടാണ് അവ പോകുന്നത്? നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതിങ്ങനെ വന്ന് ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോയി അവിടെ ഒരു വാട്ടർഫോൾ വെച്ചിട്ടുണ്ട്. അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയാലേ ആ വാട്ടർഫോൾ കാണാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ അപ്പുറത്ത് പോയി നിന്നിട്ട് വാട്ടർഫോൾ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സെറ്റപ്പാണ്. വെസ്റ്റ് എഡ്മണ്ടൺ മോൾ എന്താണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇവിടെ കാണാനായിട്ട് ഒരുപാടുണ്ട്. വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു പരിസരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പിള്ളേരിതാ ഷിപ്പ് ഡ്രൈവ് ചെയ്യണമെന്നും പറഞ്ഞ് വാശി പിടിക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ കോയിൻസ് നമ്മൾ കീപ്പ് ചെയ്യില്ലാത്തതുകൊണ്ട് ഷിപ്പിനെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാറില്ല. അവിടെ കുറച്ച് ഷിപ്സ് കിടക്കുന്നുണ്ടോ? ആ ഷിപ്സൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാം കേട്ടോ. പക്ഷേ
നമ്മുടെ കയ്യിൽ കോയിൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. പിള്ളേർ വേഗോ കാണാൻ വേണ്ടി ഓടിപ്പോയി. ഇത് കണ്ട് മടുത്തു. അയ്യോ അവിടുത്തെ ട്രക്ക് പോയി. ലംബോർഗിനി അവരെടുത്ത് മാറ്റി. വേറെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ചിക്ക് പറഞ്ഞു. പക്ഷെ ഞാനൊന്നും കണ്ടില്ല കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോന്ന്. എവിടെ ഡ്രാഗൺ അല്ലേ? എവിടെ പോക്കിമോൻ? ഈ കുഞ്ഞി സാധനമാണോ? ലംബോർഗിനി കാറായിരുന്നോ വലുത്? എനിക്കൊരു കുഞ്ഞിക്കാട്ടി സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. ലംബോർഗിനി എടുത്ത് കളഞ്ഞിട്ട്. ഒരു ലേഗോ സെറ്റ് നിഞ്ചയുടെ മേടിക്കണമെങ്കിൽ $330 കൊടുക്കണമെന്ന്. ആർക്ക് വേണമെന്ന് അറിഞ്ഞില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കാശ് ഭയങ്കരമാണ് ഇവർ ചോദിക്കുന്നത്. Here comes the Jurassic World. See? The Spinosaurus and Quetzalcoatlus ant. എന്നതാണ്? The bird. The bird. അങ്ങനെ പറയുന്നത്. The bird. എളുപ്പം അതാ. ഓ മാരിയോ, സൂപ്പർ മാരിയോ. പണ്ട് നമ്മുടെ മെയിൻ കളികളിലൊന്നായിരുന്നു വീഡിയോ ഗെയിംസിലൊന്നായിരുന്നു സൂപ്പർ മാരിയോ. അപ്പാടി ഫ്ലവേഴ്സ് മെയ്ഡ് വിത്ത് ലേഗോസ്. അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ഓ സൂപ്പർ, അടിപൊളി, സൂപ്പർ. അതാണ് ഗൈസ് ഞാൻ പറഞ്ഞ വാട്ടർഫോൾ. പക്ഷെ നിങ്ങൾക്കത് എന്തോരം കാണാൻ പറ്റുന്നെന്ന് അറിയില്ല. കാരണം വെട്ടം പോയി. ഇപ്പോൾ ഇവിടെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അത്ര ക്ലിയർ ആയിരിക്കില്ല. പക്ഷേ കുറച്ചൊക്കെ കാണാൻ പറ്റുന്നില്ലേ. ചിക്കൂസ് അങ്ങനെ വീണ്ടും നമ്മുടെ സ്വന്തം ഡ്രീം ടീയിൽ വന്നേക്കാണ് ബബിൾ ടീ മേടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ബബിൾ ടീ കിട്ടിയിരിക്കുന്നു. ഇത് ടപ്പിയോക്ക ഫ്ലേവർ ആണല്ലേ? ടപ്പിയോക്ക പെarls ചോക്ലേറ്റ് ഫ്ലേവർ. ഇട് വേഗം ഇട്, കഴിക്കട്ടെ. കുത്ത്, ഒരൊറ്റ കുത്ത്. കുത്തി കയറി. കൊള്ളാമല്ലേ? കുറേ നാളുകൂടി കഴിച്ചോണ്ട് ഭയങ്കര ടേസ്റ്റ്. ഞങ്ങൾ ചിയാൻജിയിൽ നിന്നും ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞു ഒരു മടുത്തെന്ന്. അവർക്ക് കുറച്ച് നേരം ഇരിക്കണമെന്ന് പറഞ്ഞ് അവരിതാ റെസ്റ്റ് എടുക്കുന്നു. ഞങ്ങളുടെ ജ്യൂസ് കുടിക്കുന്നു. ദേ അവൾ പോയി. മതിയില്ല റെസ്റ്റ് എടുത്തതിന്. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താലോ? ബാക്കി വയറുവേദന എടുക്കണ്ടോ? എന്നെ പറ്റിയേ? ഫുഡ് കഴിച്ചല്ലോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണോ? അയ്യോ കടൽ പാമ്പ്. എന്താന്ന് എനിക്കറിയില്ല ഇത്. കടൽ പാമ്പായിരിക്കും. And then there's a snail here. You can see its mouth moving. Where? Yeah, see there. That white thing on the thingy? Yeah, അതിന്റെ മൗത്ത് മൂവ് ചെയ്യുന്നുണ്ട്. There's one up there too. Yeah. അപ്പുറം. What's your snail? പക്ഷെ ആ പാമ്പ് കൊള്ളാട്ടോ. കടൽ പാമ്പ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുവരെ വന്നിട്ട് ഒരു വെറൈറ്റിയും കണ്ടില്ലല്ലോ എന്നുള്ള സങ്കടം തീർന്നു കിട്ടി. അതിന്റെ നീളം നോക്കിക്കേ ഗൈസ്. ഓ മൈ ഗോഷ്, ഇതിന്റെ നീളം അപാരമുള്ളേ. ഇത് നോക്ക്. ആ ബ്ലൂ ഫിഷിന്റെ പേരാണ് ഡോറി. മീമോ ആൻഡ് ഡോറി. ഇത് പ്രോഗ്രാം ആയിരുന്നോ? Movie. Finding Nemo. ഓ ഇത് മീമോ. എനിക്കിതിനെ അറിയാം. ഇതിനെ എനിക്ക് ഓർമ്മയുണ്ട്. ഇതിനെ എനിക്കറിയാം. ഞങ്ങളങ്ങനെ പോകുന്നു ഗൈസ്, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഞങ്ങളുടെ വെസ്റ്റേൺ ബണ്ടൻ മാൾ ഔട്ടിംഗ് ഡേറ്റിംഗ് ഇന്നത്തെ കഴിഞ്ഞു. ഇനി എന്നാ ചിക്കു നമ്മൾ ഇതേപോലെ ഡേറ്റ് ചെയ്യുന്നത്? ഡേറ്റിംഗ് ചുമ്മാ അമ്മ ഒരു തമാശക്ക് പറയണടാ. ഇങ്ങോട്ട് നീങ്ങി നടക്കാം, അവിടെ വണ്ടി വരുന്നുണ്ട്. ഡിഡ് സീ ദ വാട്ടർ പാർക്ക്? ഞങ്ങൾ വന്ന സമയത്ത് അത് ബ്ലൂ ആയിരുന്നു. ഇപ്പോൾ അത് പിങ്ക് കളറിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഡേറ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. Wait, guys. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം. No, wait. They were actually dating. Oh my goodness. Kids' innocence. This is why you should